എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നു സ്വന്തം പുണ്യാളൻ, ദി റിവെഞ്ച്, ഖജുറഹോ ഡ്രീംസ് എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് വിലായത്ത് ബുദ്ധ എന്ന സിനിമയെ പറ്റിയാണ്. പൃഥ്വിരാജ് നായകനായ ഈ ഒരു സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിട്ടാണ് ഇറങ്ങിയത്. വിലായത്ത് ബുദ്ധ പരാജയപ്പെട്ടതിനാൽ ഈ ഒരു സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പ് നേടാൻ കഴിഞ്ഞില്ല. ഈ ഒരു സിനിമ റിലീസായിട്ട് മാസങ്ങളായി, പക്ഷെ ഇതുവരെയായി OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് 7-ന് ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് സുബേന്ദർ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ ആക്ഷൻ ഡ്രാമ സിനിമയാണ്. ഇതിലെ കഥാപാത്രങ്ങളായി വരുന്നത് സൈനികൻ അർജുൻ മൗര്യ എന്ന പൗരനെ സംബന്ധിച്ചാണ് ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നുള്ളത്. ഈ ഒരു സിനിമ വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. മാർച്ച് 5-ന് ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ നേരിട്ട് റിലീസ് ആവുന്നതാണ്. ഹിന്ദി, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലാണ് ഈ ഒരു റിലീസ് ആവാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് യങ് ഷെർലോക്ക് എന്ന സിനിമയെ സംബന്ധിച്ചാണ്. ഈ ഒരു സീരീസ് ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ ഈ ഒരു സീരീസ് ലഭ്യമാണ്. ഈ ഒരു സീരീസ് 8 എപ്പിസോഡുകളായാണ് റിലീസ് ആയിരിക്കുന്നത്. മാർച്ച് 4-ന് ആമസോൺ പ്രൈമിൽ ഈ ഒരു സീരീസിന്റെ OTT നേരിട്ട് റിലീസ് ആവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ദി റിവെഞ്ച് എന്ന സിനിമയെ പറ്റിയാണ്. രൺവീർ സിംഗ് പ്രധാന നായകനായി വരുന്ന സിനിമയാണ് ഇത്. ഇതിൽ സഞ്ജയ് ദൂത്, മാധവൻ, അർജുൻ രാംപാൽ എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. സാധാരണയായി തിയേറ്ററിൽ റിലീസ് ചെയ്ത് 6-8 ആഴ്ച കഴിയുമ്പോഴാണ് OTT റിലീസ് ആവുന്നത്. അതിനുശേഷം മെയ് മാസം ഈ ഒരു സിനിമ OTT റിലീസ് ആവുമെന്ന് പ്രതീക്ഷിക്കാം. ഇതൊരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. അടുത്ത അപ്ഡേറ്റ് ബോയ് ഫ്രണ്ട് എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു റൊമാൻസ് കോമഡി ഫാന്റസി സിനിമയാണ്. ഈ ഒരു സിനിമ മാർച്ച് 6-ന് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആവുന്നതാണ്. 10 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിൽ ഉള്ളത്. സിയോമിറൈ എന്ന യുവതി ജോലി സമ്മർദ്ദത്തിൽ തളർന്നിരിക്കുകയാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ബ്ലാക്ക് മെയിൽ എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ഡാർക്ക് കോമഡി ത്രില്ലർ സിനിമയാണ്. ഇർഫാൻ ഖാൻ, കീർത്തി കുലഹരി എന്നിവരാണ് ഈ ഒരു സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്നത്. ഈ ഒരു സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് ലഭ്യമാവുന്നത്. ഏപ്രിൽ 6-നായിരിക്കാം ഈ ഒരു സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ആവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് നദാനിയാൻ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഖുഷി കപൂർ, ഇബ്രാഹിം അലീം ഖാൻ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഖുഷി കപൂർ, ഇബ്രാഹിം അലീം ഖാൻ എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ റൊമാൻറ്റിക് സിനിമയാണ്. ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. അടുത്തൊരു അപ്ഡേറ്റ് 56 ഡേയ്സ് എന്ന സീരീസിനെ പറ്റിയാണ്. ഈ ഒരു സീരീസ് ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. ഈ ഒരു സീരീസ് 8 എപ്പിസോഡുകളാണ് ഉള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയ സിനിമയാണ്. പക്ഷെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രേക്ഷകർ വെയിറ്റിംഗിലാണ്. മമ്മൂട്ടിയുടെ സിനിമയായിട്ട് പോലും ഈ ഒരു സിനിമ ഇത്രയും കാലമായി OTT റിലീസ് ആയിട്ടില്ല. നേരത്തെ ചില അപ്ഡേറ്റുകൾ പ്രകാരം C5 ആയിരുന്നു ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരുന്നത്. ഇത്രയും കാലമായിട്ടും C5ഉം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇതിനർത്ഥം C5 ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിട്ടില്ല എന്നതാണ് അർത്ഥം. ഈ ഒരു സിനിമയുടെ OTT ഡീലിംഗ് നടന്നതായി എന്നാണ് കാണിക്കപ്പെടുന്നത്. ഒരുപക്ഷെ ഈ ഒരു സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ മാർച്ച് ആദ്യവാരം OTT റിലീസ് ഉണ്ടാവാൻ കൂടുതലും ചാൻസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ റിലീസായിട്ട് 3 വർഷം കഴിഞ്ഞു. ഇപ്പോഴാണ് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. നിവിൻ പോളി, മമിത ബൈജു തുടങ്ങിയവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. ഈ ഒരു സിനിമ മാർച്ച് ആദ്യവാരം തന്നെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് സൗബിൻ ഷാഹിർ നായകനായ ജിന്ന് എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയ്ക്ക് തിയേറ്ററിൽ നല്ല അഭിപ്രായമാണ് നേടിയത്. പക്ഷെ ഈ ഒരു സിനിമ റിലീസാക്കിയിട്ട് കുറെ വർഷങ്ങളായി. എന്നിട്ടും ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT സൈന പ്ലേ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് ആദ്യവാരം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഖജുറഹോ ഡ്രീംസ് എന്ന മലയാള സിനിമയെ പറ്റിയാണ്. ഇതൊരു റോഡ് ട്രിപ്പ് സിനിമയാണ്. അർജുൻ അശോകൻ, ഷറഫുദ്ദീൻ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് സൈന പ്ലേ ആണ്. മാർച്ച് അവസാന വാരം ഈ ഒരു സിനിമയുടെ OTT സൈന പ്ലേയിൽ
റിലീസാകും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം OTTകൾക്ക് വേണ്ടി ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.